മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നേരെ പോകുന്നത് കമലേശ്വരത്തിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ദുർഗയുടെ കുത്തുവാക്കുകൾ. അങ്ങനെ മഞ്ജുവിനോട് ദുർഗ പറയുന്നു, എന്താടി വീണ്ടും കരഞ്ഞു കലങ്ങിയിട്ടൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, എന്തെങ്കിലും സഹായം ചോദിക്കാനാണെന്ന് ചോദിക്കുന്ന സമയത്ത് മഞ്ജു പറയണം, സഹായം എന്തായാലും അമ്മയോടും ഉണ്ണിയേട്ടനോടും ഞാൻ ചോദിക്കില്ല. കാര്യം നിങ്ങൾ എന്റെ അമ്മയാണെങ്കിലും ഉണ്ണിയേട്ടൻ എന്റെ കൂടപ്പിറപ്പാണെങ്കിലും അതുപോലെ എന്റെ മോശം അവസ്ഥയിൽ നിങ്ങൾ എന്നെ സഹായിച്ചിട്ടില്ല. പക്ഷെ ഇവിടെയുള്ള കണ്ണേട്ടനും മേടത്തിയും എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവരോടാണ് സഹായം ചോദിച്ചു വന്നിരിക്കുന്നതെന്ന് മഞ്ജു പറയുന്നു. നിന്ന് വാചി കടിക്കാതെ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറയടി എന്ന് മഞ്ജുവിനോട് വളരെ മോശപ്പെട്ട രീതിയിൽ ദുർഗ ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കണ്ണേട്ടനെയും എടത്തിയാണ് കാണേണ്ടത്. അങ്ങനെ കണ്ണേട്ട എടത്തിയും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും അങ്ങോട്ട് ഇറങ്ങി വരും. അങ്ങനെ മഞ്ജു ആണെങ്കിൽ കണ്ണന് മുന്നിൽ തൊഴുതു നിൽക്കുകയാണ്. കണ്ണേട്ടനെ രക്ഷിക്കണം, എന്താ കാര്യം എന്നിങ്ങനെ കണ്ണൻ ചോദിക്കുമ്പോൾ സാഗരേട്ടനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയിരിക്കുകയാണ് ആ മേഘനാഥൻ. അവൻ ഒരുപാട് തവണ ഞങ്ങൾ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ തമ്മിൽ പിരിപ്പിക്കുമെന്ന് പറഞ്ഞ്. ഇപ്പൊ അവൻ അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. എന്റെ സാഗരേട്ടൻ നിരപരാധിയാണ്. എന്തായാലും സാഗരേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ സാഗരേട്ടനെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാനായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും പറയണം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. തോമസ് വൈദ്യനും കൂടി കുടുങ്ങി പോകുന്ന കേസാണ് ഇതെന്നും അതുപോലെ കാറിൽ വെച്ച് കഞ്ചാവ് കണ്ടെടുത്തു എന്നൊക്കെ പറയാണ്. അത്ര കേസിൽ നിന്നും രക്ഷപ്പെടാമെന്നൊക്കെയാണ് പറയുന്നത്. കണ്ണേട്ടൻ വിചാരിച്ചാൽ മാത്രമേ സാഗരേട്ടന് രക്ഷപ്പെടാനായിട്ട് കഴിയുള്ളൂ. എന്റെ ജീവിതമാണ്, എനിക്ക് ആശ്രയിക്കാൻ മറ്റാരുമില്ല. മാർക്കോ ചേട്ടൻ ആളെ കൊണ്ടാവുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണേട്ടൻ എന്നെ സഹായിക്കണം, എടത്തി കണ്ണേട്ടനോട് പറയണം എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ പൊട്ടിക്കരയാണ്. ഈ സമയം കണ്ണൻ പറയുന്നുണ്ട്, അവനത് ചെയ്തിട്ടില്ല, ചെയ്തു എന്ന് എന്തെങ്കിലും തെളിവ് കിട്ടാതെ രക്ഷപ്പെടുത്താനൊന്നും കഴിയില്ലെന്ന് പറയുമ്പോൾ, ഇല്ല മാർക്കോ ചേട്ടൻ തെളിവ് ശേഖരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണേട്ടൻ അനന്തേട്ടനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കോടതി ജാമ്യം വാങ്ങിത്തരണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മഞ്ജു കരയുന്നത് കണ്ടിട്ട് ദുർഗ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് കരയാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങി പോവാൻ നോക്കടി. എന്റെ അനന്തരവൻ മേഘനാഥനെ ചതിച്ച് നീ പോയപ്പോ തന്നെ നീ അനുഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഇപ്പൊ കണ്ടില്ലേ, ആ സാഗർ അവൻ വേണം വെച്ചത് തന്നെയാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവര് നിനക്ക് അറിയില്ല. അമ്മ പറയുന്നത് പോലെയൊന്നല്ല, സാഗരേട്ടൻ ഇപ്പൊ നല്ലവനാണ്. എന്തായാലും അമ്മന്റെ അനന്തരവൻ മേഘനാഥനേക്കാൾ നല്ലവനാണ് എന്റെ സാഗരേട്ടൻ. പിന്നെ അയാൾക്കൊപ്പം കൂടിയിരുന്നപ്പോ ഒരുപാട് ദുഷ്സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത് മനുഷ്യന്മാരാണ്, അല്ലാതെ ആ മേഘനാഥനെ പോലെയുള്ള വിഷപ്പാമ്പുകളല്ല. ഞാനിപ്പോ സഹായം ചോദിച്ചു വന്നിരിക്കുന്നത് എന്റെ ഏട്ടനോടും പിന്നെ ഈ നിൽക്കുന്ന ഏടത്തിയോടുമാണ്. അവരെന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഇവര് വിശ്വാസമുണ്ടെന്നൊക്കെ ദുർഗയോട് മഞ്ജു പറയുന്നു. അങ്ങനെ ദുർഗ പറയാണ്, അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട, കണ്ണൻ എന്തായാലും സാഗറിനെ രക്ഷിക്കാൻ കളത്തിൽ ഇറങ്ങില്ല എന്നൊക്കെ ദുർഗ തറപ്പിച്ച് പറയുമ്പോൾ, അത് അമ്മ പറയണ്ട, ഇവര് പറയട്ടെ, മര്യാദയ്ക്ക് നിന്ന് വാചകടിക്കാതെ ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ ആട്ടി ഇറക്കാനായിട്ട് നോക്കുമ്പോൾ, ഇത് എന്റെ കണ്ണേട്ടന്റെയും പിന്നെ ഈ നിൽക്കുന്ന ഏടത്തിയുടെയും വീടാണ്. അവരുടെ ആട്ടുവിടലല്ലാതെ ഇവിടെ മറ്റാരുടെയും വില പോകില്ല. ഇവര് പറയട്ടെ എന്നെ ഇവിടെ നിന്നും ഇറങ്ങി പോവാനായിട്ട്, അപ്പം ഞാൻ പോവാം, അതുവരെ അമ്മ മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് ദുർഗയോട് പ്രതികരിക്കുന്നത്. അങ്ങനെ ദുർഗയാണെങ്കിൽ അവിടെ നാണം കെട്ടങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും മഞ്ജുവിന് വാക്ക് കൊടുക്കുകയാണ്, സാഗർ ഇക്കാര്യത്തിൽ നിരപരാധി അല്ലെങ്കിൽ ആ മേഘനാഥൻ എന്തെങ്കിലും ചതി ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാഗർ പുറത്ത് ഇറങ്ങിയിരിക്കും, മഞ്ജു വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയും കണ്ണനും അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഈ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തായാലും ആനന്ദവും മാർക്കോയും കണ്ണനും എല്ലാവരും ചേർന്ന് സാഗറിനെ വീണ്ടും രക്ഷപ്പെടുത്തും. അങ്ങനെ ഈ സമയം ഹോസ്പിറ്റലിലാവട്ടെ ഉണ്ണിയും പ്രതാപനും കരുണയുടെ കാര്യങ്ങൾ അറിയാനായിട്ട് വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്, അവൾ ശരിക്കും ഒരു മനുഷ്യ സ്ത്രീയല്ല, മറിച്ച് അവൾ എന്തൊക്കെയാണ്, ശരിക്കും ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട് വേണം ഇനി മഹാലക്ഷ്മിയെ കാണാനായിട്ട്. അവളെ ആ അയ്യപ്പസ്വാമി നന്നായി രക്ഷിക്കുന്നുണ്ട്. നമുക്കാണ് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാവം എന്റെ മോള്, ഇനിയിപ്പോ അവളായിരിക്കുമോ ആ പായസം കുടിച്ചിട്ടുണ്ടാകുക. ഇത്ര നേരമായിട്ടും മഹാലക്ഷ്മിക്ക് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ സ്വയം ഇരുന്നിങ്ങനെ പിറുപിറുക്കുന്ന സമയത്ത് ഉണ്ണി പറയാണ്, ശരിയാണ്, ഞാൻ വരുന്നത് വരെ അവർക്ക് ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൊണ്ടുപോകണമെന്ന് ചോദിച്ചിട്ട് പോലും അവർ നിന്റെ ഭാര്യയുടെ കാര്യം ആദ്യം നോക്കുന്നു പറഞ്ഞ് എന്നെ ഇവിടേക്ക് വിട്ടയക്കുകയാണ് ചെയ്തത്. അതിനർത്ഥം നമ്മൾ സംശയിക്കുന്നത് പോലെ തന്നെ കരുണയായിരിക്കണം ആ വിഷപ്പായസം കുടിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ ഉണ്ണി ചോദിക്കുന്നുണ്ട്. എന്തായാലും എവിടേക്കോ എന്തൊക്കെയോ താളപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അത് കരുണമോൾക്ക് തിരിച്ചടിയായി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ
പ്രതാപൻ പറയുകയാണ്. അങ്ങനെ ഡോക്ടറാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ കാണുമ്പോൾ തന്നെ ഉണ്ണിയും പ്രതാപനും വേഗം ചെന്ന് എന്താ ഡോക്ടറെ എന്തായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പറയുന്നത് കൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, പക്ഷെ ഞങ്ങൾക്കിത് പറയാതിരിക്കാനും കഴിയില്ല. അമ്മയുടെ ജീവൻ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. പിന്നെ കുഞ്ഞിനെ മറക്കുന്നതായിരിക്കും നല്ലത്. കുഞ്ഞിനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കും പ്രതാപനും അത് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആണ്. അവരാണെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ ഉരുകി ഇല്ലാതാവുന്നത് പോലെയാണ് തോന്നുന്നത്. അതെന്താ ഡോക്ടറെ അങ്ങനെ പറഞ്ഞു? അത് കരുണയുടെ ദേഹത്തേക്ക് ചെന്നിരിക്കുന്നത് വലിയ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഇനി ജീവൻ നിലനിർത്താനായിട്ട് കഴിയില്ല. അമ്മയെ രക്ഷിക്കാം, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്കും പ്രതാപനും ഉണ്ണിക്കൊക്കെ തന്നെ ആകെ പൊട്ടിക്കരഞ്ഞാലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം കരുണയുടെ പ്രവൃത്തി തീർച്ചയായിട്ടും തിരിച്ചടിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുകയാണ്. പിന്നെ എന്റെ മോൾ എവിടെ, അവളെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ കാല് പിടിച്ച് കരയുമ്പോൾ അവളെ ഇപ്പോൾ വെന്റിലേറ്ററിലാക്കി ഇരിക്കുകയാണ്. ജീവന് വേണ്ടി കരുണ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. എന്തായാലും എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് വെച്ച കാര്യം അത് തിരിച്ചടിയായിട്ട് കരുണയ്ക്ക് തന്നെ കിട്ടിയിരിക്കുന്നു എന്ന്. അങ്ങനെ പ്രതാപനും ഉണ്ണിയും അവിടെ നിന്ന് അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും കരുണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു പേടിയിൽ തന്നെയാണ് എല്ലാവരും. പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് കുഞ്ഞിനെ ഇനി മറന്നേക്കാനായി പറഞ്ഞ് ഡോക്ടറാണെങ്കിൽ പോകുന്നുണ്ട്. പിന്നീട് ദുർഗയോട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ണി വിളിച്ചു പറയുകയാണ്. അങ്ങനെ ദുർഗയും ആകെ ഷോക്ക് അടിച്ചതുപോലെ ആവുന്നുണ്ട്. മേഘനാഥനും വാമദേവനും എല്ലാവരും ഈ കാര്യങ്ങൾ അറിയുന്നു. എന്തായാലും മഹാലക്ഷ്മിയെ തൊടുന്നത് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണെന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ കണ്ണനെയും മഹാലക്ഷ്മിയെയും വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിക്ക് ആ സത്യം മനസ്സിലാവുകയാണ്. അതായത് കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടി പിറന്നാൾ ദിവസം ശത്രുക്കൾ ഒരുക്കി വെച്ചിട്ടുള്ള കെണി തന്നെയാണ് കരുണയ്ക്ക് തിരിച്ചടിയായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് എന്നും അതിൽ നിന്നും സിദ്ധനായിട്ടുള്ള ആൾ വന്ന് തന്നെ രക്ഷിച്ചിരിക്കുകയാണെന്നും ആ അമ്മ വീണ്ടും ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. എന്തായാലും മഹാലക്ഷ്മിയോട് മോഹിനി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞിനെ ഇനി ജീവനോടെ കിട്ടില്ല എന്നും കരുണ വെന്റിലേറ്ററിലാണെന്നും ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശത്രുക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും അതിന് ഫലമായിട്ട് ഒരു കുഞ്ഞു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ണനും മഹാലക്ഷ്മിക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും മഹാലക്ഷ്മിയെയും കണ്ണനെയും തളർത്താനും തകർത്താനും നോക്കിയിട്ടുള്ള ശത്രുക്കൾക്ക് കിട്ടിയിട്ടുള്ള വമ്പൻ തിരിച്ചടി തന്നെയാണ് കരുണയുടെ ഈ ഒരു അവസ്ഥ. അപ്പോ